ഹായ് ഹലോ മക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ക്ലൗഡ് മീയിലെ രണ്ടാമത്തെ സോങ്, അതായത് ചാപ്റ്റർ ആയിട്ടുള്ള ലോഫിംഗ് സോങ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലോഫിംഗ് സോങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്തോഷത്തിൻ്റെ പാട്ട് എന്നാണല്ലേ. ഈ സോങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് സോങ്ങിൻ്റെ തൊട്ടും മേളിലായിട്ട് 2 വരികൾ കാണും, അതൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. സംടൈംസ് ദ ഷീർ പ്രസൻസ് ഓഫ് നേച്ചർ ഫില്ലേഴ്സ് വിത്ത് ജോയ്. ചില സമയങ്ങളിൽ നേച്ചറിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വി സീ ലോഫർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് അസ്. ആ സന്തോഷം നമുക്ക് എന്താണ് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ് us റീഡ് ദ പോയം. ഇനി കവിത വായിച്ചാലോ. ലോഫിംഗ് സോങ്, വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്കിൻ്റെ ഒരു ഷോർട്ട് പോയമാണ് ലോഫിംഗ് സോങ്. വെൻ ദ ഗ്രീൻ വുഡ്സ് ലോഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. ഗ്രീൻ വുഡ്സ് എന്ന് പറയുന്നത് പച്ചമരങ്ങളാണ് കേട്ടോ. പച്ചമരങ്ങൾ സന്തോഷത്തിൻ്റെ സ്വരത്തിൽ, വിത്ത് ദ വോയിസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ സ്വരത്തിൽ ലോഫ് ചെയ്യുന്നു, ചിരിക്കുന്നു എന്നാണ്. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലോഫിംഗ് ബൈ. കുഴിഞ്ഞ അരുവി എങ്ങനെയാണ് ഒഴുകുന്നത്? ചിരിച്ചുകൊണ്ട് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. വെൻ ദ എയർ ഡോസ് ലോഫ് വിത്ത് അവർ മേരി വിറ്റ്. ഇവിടെ മേരി എന്ന് പറയുന്നത് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പി എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ആരും കൂടി ഇതിൽ കൂടുന്നുണ്ട്, വായു, എയറും വളരെ സന്തോഷത്തിലാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ ഗ്രീൻ ഹിൽസ് ലോഫ്സ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഗ്രീൻ ഹിൽസ്, പച്ചക്കുന്നുകൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദ മെഡോസ് ലോഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. പുൽമേടുകൾ പച്ചപ്പിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഗ്രാസ് കോപ്പർ ലോവ്സ് ഇൻ ദ മേരി സീൻ. ഈ ആഘോഷവരവിൽ ആരും കൂടി ചേർന്നിട്ടുണ്ട്, ഗ്രാസ് കോപ്പർ കൂടി ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് ഇമിലി വിത്ത് ദ സ്വീറ്റ് റൗണ്ട് മൗത്ത്സ് സിങ് ഹാ ഹാ ഹി. അതേപോലെ തന്നെ 3 കുട്ടികളാണ് ഈ കവിതയിലുള്ളത്. മേരി, സൂസൻ, എമിലി. ഇവർ 3 പേരും എന്താണ്, അവരുടെ സ്വീറ്റ് ആയിട്ടുള്ള വൃത്താകൃതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള മൗത്ത് കൊണ്ട് എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ്. എങ്ങനെയാണ് ചിരിക്കുന്നത്? ഈ പാട്ട് പോലെയാണ്, ഹാ ഹാ ഹി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ രൂപത്തിലാണ് അവർ ചിരിക്കുന്നത്. വെൻ ദ പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ഇൻ ദ ഷെയ്ഡ്. അതേപോലെ തന്നെ പെയിൻറ്റഡ് ബേർഡ്സ്. ഇവിടെ പെയിൻറ്റഡ് ബേർഡ്സ് എന്ന് പറയുന്നത് പല നിറത്തിലുള്ള ഭംഗിയുള്ള ബേർഡ്സിനെയാണ് കേട്ടോ. ഈ ബേർഡ്സ് എങ്ങനെയാണ് ചിരിക്കുന്നത്? തണലിൽ ഇരുന്നിട്ട്, മരങ്ങളുടെ തണലിൽ ഇരുന്നാണ് ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ മനോഹരമായ 3 ബേർഡ്സിനെ കണ്ടില്ലേ? ഇങ്ങനെയായിരിക്കാം അവിടെ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള ബേർഡ്സ് ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ. വേറെവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഈ സ്പ്രെഡ്. ഈ 3 കുട്ടികൾ, മേരിയും സൂസനും എമിലിയും എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്? ചെറീസും നട്ട്സും കേട്ടോ. അതിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ആ ചിത്രം ഉണ്ടായിരിക്കുക കേട്ടോ. കണ്ടോ, നട്ട്സൊക്കെ ആയിട്ട് ടേബിളിൽ. അപ്പോൾ കാണാൻ തന്നെ നല്ല മനോഹരമായൊരു ചിത്രമാണല്ലേ. ചുറ്റും എന്താണ്, പ്രകൃതി. കം ലൈവ് ആൻഡ് ബി മേരി ആൻഡ് ജോയിൻ വിത്ത് മീ. വരൂ, സന്തോഷിക്കൂ, എന്നോടൊപ്പം ചേരൂ എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ചേർന്നിട്ട് നമ്മളോട് എന്താണ് പാടാൻ പറയുന്നത്? ടു സ്വിങ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹാ ഹാ ഹി. അതേപോലെ തന്നെ സന്തോഷത്തോടെ ഈ വരിയോട് കൂടിയിട്ട് എന്താണ്, എൻ്റെ കൂടെ ചേരൂ, ജീവിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കവിയാണ് ഇതൊക്കെ പറയുന്നത്. ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം കേട്ടോ. വില്യം ബ്ലേക്ക് ആരാണെന്നും ഏത് ഏജിലുള്ള പോയറ്റിക് ആണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വില്യം ബ്ലേക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, വില്യം ബ്ലേക്ക് വാസ് ആൻ ഇംഗ്ലീഷ് പോയിറ്റ്, പെയിൻറ്റർ ആൻഡ് എൻഗ്രേവർ ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജിൽ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് പോയിറ്റും പെയിൻറ്ററും കൂടെ ആയിരുന്നു നമ്മുടെ വില്യം ബ്ലേക്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രി കണ്ടിരിക്കുന്നത് മിക്കവാറും ഈ പറയുന്ന ഐഡിയാസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കേട്ടോ. ഇന്നസെൻസ്, നിഷ്കളങ്കത, അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ്, പല അനുഭവങ്ങളിൽ കൂടെയൊക്കെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, കവിത എഴുതിയിരുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് കേട്ടോ. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം. ഈ കവിതയിലെ സ്പീക്കർ ആരാണെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഞാൻ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ സ്പീക്കർ എന്ന് പറയുന്നത് വില്യം ബ്ലേക്ക് തന്നെയാണ്, നമ്മുടെ പോയറ്റ് തന്നെയാണ് കേട്ടോ. വാട്ട് ഡൂസ് ദ പോയറ്റ് മീൻസ് ബൈ ഡിംബ്ലിംഗ് സ്ട്രീം? ഇവിടെ ഡിംബ്ലിംഗ് സ്ട്രീം എന്ന് പറയുന്നത് പോയറ്റ് എന്തർത്ഥമാക്കിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് മീൻസ് ദ ഫ്ലോയിങ് ഓഫ് ദ സ്ട്രീം. അരുവിയുടെ എന്താണ് ഫ്ലോയാണ് പറയുന്നത്. ഹൗ ഡു ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ഹാപ്പിനെസ്? കുട്ടികൾ അവരുടെ സന്തോഷം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നതാണ് ചോദിക്കുന്നത്. ദെയർ ഹാപ്പിനെസ് ബൈ ഹാ ഹാ ഹി. നമുക്കറിയാം അവരവരുടെ സന്തോഷം കൂടുന്ന സമയത്ത് പാടുന്ന സോങ് ഏതാണെന്നല്ലേ. വൈ ആർ ദ ബേർഡ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് പെയിന്റഡ്? എന്തുകൊണ്ടാണ് ബേർഡ്സിനെ പെയിന്റഡ് ബേർഡ്സ് എന്ന് വിളിക്കാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് പെയിന്റഡ് ഡ്യൂ ടു ദെയർ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രൈറ്റ് കളർ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബേർഡ്സ് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നും അതുപോലെ ബ്രൈറ്റ് കളർ ആണെന്നുമാണ് ഇവിടെ പറയുന്നതിൻ്റെ മീനിങ്. വാട്ട് ഡൂസ് ദ പോയറ്റ് ആസ്ക് അസ് ടു ഡു? ഇതിലെ അർത്ഥം പറയുന്നത് പോയറ്റ് നമ്മളോടൊക്കെ എന്ത് ചെയ്യാനാണ് നേച്ചറിനോട് ചെയ്യാൻ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ദ പോയറ്റ് ആസ്ക്ഡ് അസ് ടു ജോയിൻ ഹിം ടു എൻജോയ് ദ ഹാപ്പിനെസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ സന്തോഷത്തിനൊപ്പം നമ്മളോട് ചേരാനാണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു യു തിങ്ക് ദ പോയം ഈസ് ടൈറ്റിൽഡ് ലാഫിംഗ് സോങ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സോങ്ങിൻ്റെ പേര് എന്തുകൊണ്ടാണ് ലാഫിംഗ് സോങ് എന്ന് പറയാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. ദ ലോഫർ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് കോമ്പിനേഷൻ. അതായത് നേച്ചറിൻ്റെയും അതേപോലെ തന്നെ ഇറ്റ്സ് കോമ്പിനേഷൻ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേർഡ്സ്, പ്രകൃതിയിലുള്ള മറ്റൊരുപാട് ജീവജാലങ്ങളെ പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സന്തോഷമാണ് ഈ പോയത്തിലെ തീം എന്നാണ് പറയുന്നത്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ഈ പോയത്തിലുള്ള ചില വരികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിന് വായിക്കേണ്ടല്ലോ. ആ എയറിനുമായി ബന്ധപ്പെട്ട ലൈനും അതേപോലെ തന്നെ ഗ്രീൻ ഹിൽസും അവർ തമ്മിൽ സന്തോഷത്തോടെ ചിരിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വേർഡ്സിലും എന്തുണ്ട്? ആ രണ്ട് പോയമിൻ്റെയും ലാസ്റ്റ് വേർഡ് വിറ്റും ഇറ്റും ആയിരുന്നു. അതെന്താണ്? റൈമാണെന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്ന് മറ്റുള്ള റൈമിംഗ് വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് നോക്കാം. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത്, നമ്മളത് ഉച്ചരിക്കുന്ന സമയത്ത് അത് ഒരേപോലെ വരിക, അതിൻ്റെ ടോൺ ഒരുപോലെ വരിക. അതായത് ഇപ്പോൾ ഇതാ വിറ്റ് ഇറ്റ് എന്ന് പറയുമ്പം ആ ഇറ്റ് എന്ന് പറഞ്ഞ് വരുന്നില്ല, അപ്പോൾ അത് ഒരേ ഉച്ചാരത്തിലല്ലേ വരുന്നത്. അതുപോലെയുള്ള വേർഡ്സാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ജോയ്, ബൈ, അതേപോലെ തന്നെ ഗ്രീൻ, സീൻ, ഷെയ്ഡ്, സ്പ്രെഡ്. അപ്പോൾ ഈ വേർഡ്സൊക്കെയാണ് ഈ കവിതയിലുള്ള റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ഇവിടെയും താഴെ രണ്ട് കവിതയിലുള്ള വരികൾ തന്നിട്ടുണ്ട്. അതും ഇത് തന്നെയാണ്. ഗ്രീൻ വുഡ്സിനെ കുറിച്ചിട്ടും ഡിംബ്ലിംഗ് സ്ട്രീമിന്, അത് ഒരുപാട് നമ്മുടെ വീഡിയോ ലോങ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത. നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്താണ്? പച്ചക്കുന്നുകൾ സന്തോഷത്തിൻ്റെ സ്വരത്തിൽ ചിരിക്കുന്നുണ്ട്. അതേപോലെ ദ വേർഡ്സ് വോയിസ് ആൻഡ് ജോയ് ക്രിയേറ്റ് ആൻ എസോണൻസ്. ഇനി എസോണൻസ് എന്താ നോക്കാം. റൈമിംഗ് വേർഡ്സ് എന്താ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് എസോണൻസ് നോക്കിയാലോ. അപ്പം എസോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ലൈനിൽ തന്നെ, സെയിം ലൈനിൽ തന്നെ റിപ്പീറ്റായിട്ട് വവൽ സൗണ്ട് വരിക. വവൽ സൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വവൽ സൗണ്ട് റിപ്പീറ്റായിട്ട് വരിക. നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള വോയിസ് ജോയ്, വോയിസ് ജോയ് എന്ന് പറയുമ്പോൾ ആ ഓ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ടാണ്. അതേപോലെ മറ്റുള്ള വേർഡ് എന്ന് പറയുന്നത് വിത്ത്, വിറ്റ്. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു ഹ ഹ ഹി എന്ന് പറയുന്ന ഹ ഹ എന്ന് പറയുന്ന ആ എന്ന് യൂസ് ചെയ്യുന്നത് ഒരു വവൽ സൗണ്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. ഇവിടെ താഴെ രണ്ട് വരി തന്നിട്ടുണ്ട്. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ ആൻഡ് ദ ഗ്രാസ് കോപ്പർ ലാഫ് ഇൻ ദ മേരി സീൻ. പച്ചപ്പിൽ ഇരുന്നിട്ട് മെഡോസ്, പുൽമേടുകൾ ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ കൂടുന്ന ഒരാളാണ് ഗ്രാസ് കോപ്പർ അല്ലേ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത് നമുക്ക് താഴേക്ക് നോക്കാം. ദ മെഡോസ് ആൻഡ് ദ ഗ്രാസ് കോപ്പർ ലാഫ് ലൈക്ക് അസ്. നമ്മളെ പോലെ തന്നെ പുൽച്ചാടികളും അതേപോലെ തന്നെ പുൽമേടുകളൊക്കെ ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിക്ക് ഔട്ട് ഫ്രം ദ പോയം അതർ എക്സാമ്പിൾസ് ഓഫ് ആനിമൽസ് ഓർ ഒബ്ജക്ട്സ് വിച്ച് ബിഹേവ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. ഇതേപോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ട്രീസിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രാസ് കോപ്പർ, മെഡോസ് ഇവരിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കവിതയിൽ ലൈൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആനിമൽസിലോ അല്ലെങ്കിൽ ട്രീസിലോ ഒക്കെ നമ്മൾ
പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു മഞ്ഞ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷൻ ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ attributed to an abstract quality, animal or inanimate object. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഹ്യൂമൻസിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മളൊരു ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു ആനിമൽസിൻ്റെ രൂപത്തിലോ നമ്മൾ എന്ത് ചെയ്യാം, അത് ചെയ്യുക. അപ്പം ലോഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണല്ലോ ചിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, അത് കവി ഇതിലൂടെ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെ ഒരു ആനിമലിൽ കൂടെ അത് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ലൈൻസ് നമ്മളോട് ഈ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ഗ്രീൻ വുഡ് ലാഫ്, അതേപോലെ തന്നെ ഡിംബ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ്, എയർ ഡോസ് ലാഫ് വിത്ത് അവർ മേരി വിറ്റ്, ഗ്രീൻ ഹിൽസ് ലാഫ്, ഡിസ്ക്രൈബ്സ് ദ ജോയ് ഓഫ് നേച്ചർ വൈവിഡ്ലി, പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്നിട്ട് നേച്ചറിന് ജോയ്, നേച്ചർ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ വരികളൊക്കെ നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൈൻസ് ഉണ്ടല്ലോ, അവിടെ ഒരു ലൈന് തന്നിട്ടുണ്ട്, ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിൽ ഓഫ് ദ പോയം, പോയത്തിൻ്റെ പേരെന്താണ്, ലാഫിംഗ് സോങ്. അതേപോലെ തന്നെ നെയിം ഓഫ് ദ പോയറ്റ്, ഇത് എഴുതിയ ആളുടെ പേരെന്താണ്, വില്യം ബ്ലേക്ക് എന്നാണ് പോയറ്റിൻ്റെ പേര്. കണ്ടന്റ്, തീം ഓഫ് ദ പോയം, ഈ പോയമിൻ്റെ തീം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് നേച്ചർ, നേച്ചറിൻ്റെ ഒരു സന്തോഷവും അതേപോലെ തന്നെ സെലിബ്രേഷനിലെ പലരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. വൈ യു ലൈക്ക്, കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ളതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഈ ചാപ്റ്ററിലെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്രിസിയേഷൻ കേട്ടോ. ഇതിന് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നാണ് പറയുക. അപ്പം നമുക്ക് നോക്കിയാലോ. ലാഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം written by വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്കിൻ്റെ ഒരു ചെറിയ കവിതയാണ് ലാഫിംഗ് സോങ്. In this poem, the poet describes the means of merry-making around him and argues the pupil to join him in singing song in appreciation of nature's beauty. അപ്പോൾ ഇവിടെ പോയറ്റ് പറയുന്നത് എന്താണ്, മെറി മേക്കിംഗ് അറൗണ്ട് ഹിം, നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും എന്താണ് ഒരു പോയത്തിലൂടെ എന്താണ് പ്യൂപ്പിൾസിന് കാണിച്ചു കൊടുക്കുകയാണ്. നേച്ചേഴ്സിൻ്റെ ബ്യൂട്ടി, പ്രകൃതിയുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുകയാണ്. He used wonderful words like green woods, dimpling stream and painted birds to paint a picture in our minds. ഈ പറയുന്ന വേർഡ്സിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒരു ചിത്രരൂപത്തിൽ വരച്ചിടുകയാണ് ആ ഒരു പ്രകൃതിയിലെ സൗന്ദര്യം. ദ പോയറ്റ് യൂസസ് റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈമിംഗ് സ്കീം. ഇവിടെ റൈമിംഗ് വേർഡ്സും റൈമിംഗ് സ്കീമും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ റൈമിംഗ് സ്കീം ഈസ് എ ബി ബി ആൻഡ് ഓൾസോ യൂസ്ഡ് എസോണൻസ്. I like the poem because the laughter of nature and its combination. അപ്പം ഈ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണമൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം ആ സോങ് എന്താണ്, അതാരാണ് എഴുതിയത്, അത് കൊടുക്കുക. എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ളൊരു ആ കവിതയുടെ ചെറിയൊരു തീം നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക കേട്ടോ. അപ്പം ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ആ പോയവുമായി ബന്ധപ്പെട്ട പോയത്തിൻ്റെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് മലയാളത്തിൽ എഴുതുന്ന പോലെ തന്നെ എല്ലാ വരിയുടെ മീനിങ്ങും നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പോയത്തിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള വരി, അതേപോലെ തന്നെ റൈമിംഗ് വേർഡ്സ്, സ്കീം. ഇപ്പോൾ സ്കീം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ വേർഡ്സ് എക്സാമിന് എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ എസോണൻസ് വരുന്ന ലൈൻസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് എഴുതാം, അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും എഴുതാം. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പം നമ്മുടെ ലാഫിംഗ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയത്തിൽ മിക്കത് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോയമും നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം.